പലരും പറയാറുണ്ട് നമ്മളിനി ഈ ബാങ്ക് ഒരു പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടിട്ടുണ്ട് കേട്ടോ. ചില ലീഗുകാർ പ്രസംഗിക്കുമ്പോൾ വാങ്കുവിളിയെപ്പറ്റി ആലോചിക്കണമെന്ന് വെച്ചാൽ നിർത്തിവെക്കണമെന്ന് പറയുന്നത് ആരാന്നറിയാമോ? വനിതാ ലീഗ് നേതാവ് തലേ ഇവിടെ ഇപ്പോൾ കുറെ കാക്കാമാർ ഇതും കേട്ടോണ്ടേ. ഇനിയെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടിട്ടുണ്ട് കേട്ടോ. ചില ഒന്നിച്ചു കൊടുക്കും. എന്താ എന്തൊരു വാശിയാ നോക്കിയേ. ഇവളെന്താ പറഞ്ഞത് കേട്ടോ? എന്തൊരു വാശിയാന്ന് നോക്കിയെന്ന്. പള്ളിയിൽ വാങ്ക് വിളിക്കുന്നത് ഇവിടെ പ്രസംഗം മുടങ്ങിപ്പോകുന്നത് ഇവളോടുള്ള വാശിയാണെന്ന്. ഒരു ബാങ്ക് ഈ നമസ്കാരത്തിന് ഉള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ബാങ്ക്. ഇതിന് നമ്മൾ ഇത്ര കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ പള്ളിയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് നല്ലതേ സംഭവിക്കും. ഇവരുടെ വാദം മനസ്സിലായോ? നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതായത് ലീഗുകാരി പ്രസംഗിക്കുമ്പോൾ ബാങ്ക് വിളി നിർത്തിവെക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് ഏണിമതത്തിന്റെ വക്താവാണ്. ഇത് തന്നെയാണ് ഫിറോസും പണ്ട് പറഞ്ഞത്, PK ഫിറോസെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പള്ളിയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് നല്ലതേ സംഭവിക്കും. ഈ പറഞ്ഞത് ഒരു SFI കാരിയോ ഒരു CPM കാരിയോ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ. ഇവളുമാര് തെരുവിൽ നടത്തുന്ന പേക്കൂത്തുകൾക്ക് അതിരുണ്ടാവില്ല. ഈ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും തെരുവിലിറങ്ങി നിരങ്ങിയേനെ ഇതിനെതിരെ. ലീഗിന് എന്ത് തോന്നിവാസവും ആവാ എന്നുള്ളതിന്റെ തെളിവായത്. ബാങ്ക് കൊടുക്കുന്ന സമയം ബാങ്ക് കേൾക്കുന്നുണ്ടാവും. അതായത് എന്റെ വീട് പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ട്രഡീഷൻസും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ബാങ്ക് കൊടുത്തോണ്ടിരിക്കാം. കേൾക്കാനുണ്ട്. ബാങ്ക് കൊടുത്തിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. പ്രസംഗം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും പ്രസംഗിക്കോളാൻ പറഞ്ഞു. EMS പക്ഷെ പ്രസംഗിച്ചില്ല. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളവും എടുത്തുകൊണ്ട് മാറി നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ഇത്രയും നേരം അവിടെ മൈക്കും ഉണ്ടായിരുന്നു, അവിടെ ആളും ഉണ്ടായിരുന്നു, അവർ നമ്മളെ ശല്യം ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ആവശ്യം ഒരു 3 മിനിറ്റ് സമയമാണ്. അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയ പ്രബുദ്ധത. അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ഞാനും ആ വാങ്കിന് വേണ്ടി, ആ ദൈവവിളിക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നു.